ഹലോ, ഇന്ന് നമ്മൾ ഒരു സൺഡേ സ്പെഷ്യൽ റാവുത്തർ പാലക്കാടൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോണ്. അത്യാവശ്യം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും എല്ലാം, മുളക് പൊടി, അങ്ങനെ മീറ്റ് മസാല, ഗരം മസാല എല്ലാം പാടെ ഇട്ട് നമ്മൾ കുക്കറിൽ ഒരു 6 വിസിൽ ഇട്ടിട്ടുണ്ട്. 6 വിസിലിട്ട ശേഷം വെന്തോന്നൊന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം ഒരു പകുതി മുക്കാൽ വേവ് മതിയാവും. നമ്മൾ ബിരിയാണിയിൽ ഇടണതല്ലേ. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ തക്കാളി അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. തൈര്, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പാടെ ചതച്ചതാണ്, ചെറിയ ഉള്ളി ഇട്ടിട്ട്. പിന്നെ പുതിന, മല്ലിയില, ഓയിൽ, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ്, അത്യാവശ്യം ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, നമ്മുടെ സബോള, പിന്നെ അരിയും. ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഓയിലൊക്കെ കണ്ടില്ലേ കുറച്ചിങ്ങനെ പാറിപ്പോകുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് നല്ല എണ്ണ ചൂടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടായ ശേഷം ലേശം നെയ്യും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നെയ്യ് അതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലേശം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടിട്ട് നന്നായി വഴറ്റി വരണം. അപ്പോഴേക്കും നമ്മൾ പോയിട്ട് വേഗം അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ലേശം കുതിരണം. അരി നന്നായി വെള്ളത്തിൽ ഒന്ന് സവാള വഴറ്റി വരുമ്പോഴേക്കും അരി ലേശം നമുക്ക് കുതിരാൻ വെക്കണം. അപ്പോഴേക്കും പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റുകയാണ്. നല്ല ഒരു റോസ് കളറായാലാണ് ബിരിയാണിക്ക് ഒരു കളറൊക്കെ കിട്ടുള്ളൂ. അത്യാവശ്യം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. തക്കാളിയൊക്കെ ഇട്ട് നല്ല തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്നത്. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നല്ലോണം വഴറ്റുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടിയും ഗരം മസാലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ അത് നന്നായി വഴറ്റിയെടുക്കുക, അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോണ പോലെ. പിന്നെ ഈ പുതിനയും മല്ലിയിലയും കുറച്ച് നമുക്ക് ഇപ്പോൾ ഇടാം. ലാസ്റ്റ് പിന്നെ നമുക്ക് ദം ഇടുമ്പോഴും മേലെ ഇടാം കേട്ടോ. അതൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ട് ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട്. നമ്മളിതിൽ 1 ഗ്ലാസ് തൈരാണ് കേട്ടോ ഒഴിക്കുന്നത്. അത്യാവശ്യം ഒരു 1.5 കിലോ ബിരിയാണി, 1.5 കിലോ റൈസ് വരുന്ന ബിരിയാണിക്കാണ് നമ്മൾ 1 ഗ്ലാസ് തൈര് ഒഴിച്ചിരിക്കുന്നത്. ബീഫ് വെന്തതൊക്കെ ഞാൻ അതിന് കോരി മാറ്റുകയാണ് കേട്ടോ, ഇതിൽ കൊട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീഫൊക്കെ കൊട്ടി നല്ല മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. ബീഫ് നന്നായിട്ട് അതിൽ മിക്സാക്കി എടുത്ത ശേഷം ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതേ ഒന്നര അരിക്ക് ഒരു 1.5 പാത്രം വെള്ളം എടുക്കണം കേട്ടോ. അതേ അളവിൽ തന്നെ നമ്മൾ ആ ഒരു പാത്രം അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ചിട്ട് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നെയ്യ്. അത്യാവശ്യം നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ അരി വാരി വെക്കണം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ അരി വാരി വെച്ചാൽ അരിയത്തെ വെള്ളം കുറച്ച് പോവും. അങ്ങനെ നമ്മൾ അരി കൊട്ടുകയാണ് കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നു ബിരിയാണീൻ്റെ അരി കൊട്ടിയിട്ട് ഇളക്കുകയാണ്. ഇളക്കിയ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതെന്തിനാ അറിയോ, അരി നമ്മൾക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് ഓയിൽ അരിയിട്ട ശേഷം മേലെ ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടി പിടിക്കും എന്നുള്ളതിൽ നമ്മൾ നല്ലപോലെ മിക്സാക്കുക. അടുപ്പിലാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കി വിടുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഒപ്പം വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വെള്ളം വറ്റിയ ശേഷം നമ്മൾ ദമ്മിടുകയാണ്. ദമ്മിട്ട ശേഷമാണ് ബിരിയാണി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ദമ്മിട്ടാൽ മതി. മേലെ അത്യാവശ്യം കനലൊക്കെ ഇട്ടൊന്ന് ദമ്മിട്ടാൽ മതി. 20 മിനിറ്റിന് ശേഷം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി പാലക്കാടൻ ബീഫ് ബിരിയാണിയാണ്. റാവുത്തർ ബിരിയാണി എന്നൊക്കെ പറയും നമ്മുടെ അവിടെ.
അതിൻ്റെ കൂടെ ബീഫ് ചില്ലിയും വെച്ചിട്ടുണ്ട്, തൈര് ചട്നി, നല്ലൊരു അച്ചാറുമാണ്.